ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മൾ വീടിൻ്റെ ബാത്റൂം കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് കുറച്ച് നാൾ കഴിയുന്ന സമയത്ത് ലീക്ക് കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഈ ലീക്ക് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് വാട്ടർ പ്രൂഫിങ് കാര്യങ്ങളൊക്കെ ചെയ്യണം. അതെങ്ങനെയാണെന്ന് എത്ര ഹൈറ്റിലാണ് ചെയ്യുന്നത് ഡീറ്റെയിൽസ് വീഡിയോയാണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ബാത്റൂമാണ് വരുന്നത്. ഏറ്റവും കൂടുതൽ ലീക്ക് കാര്യങ്ങൾ ഫീൽ ചെയ്യുന്നത് അതായത് ഫസ്റ്റ് ഫ്ലോറിൽ, അതായത് ഒന്നാം നിലയിലുള്ള ബാത്റൂമുകളിലാണ് കൂടുതൽ ഫീൽ ചെയ്യുന്നത്. ബാക്കി പ്രശ്നങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴത്തെ ബാത്റൂമുകളാണെങ്കിൽ താഴത്തേക്കാണ്ട് ഫീൽ ചെയ്ത് പോകും, മണ്ണിലേക്ക് ഇരുന്ന് പോകും. പിന്നെ വരുന്നത് സൈഡുകളിലെ ഭിത്തികളിലാണ് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന ബാത്റൂമുകളിലാണ്. അപ്പോൾ അതിന് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അത് വാട്ടർ പ്രൂഫിങ് ചെയ്യുന്നതിന് മുന്നേ ഓവർഫ്ലോ, അതായത് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു എക്സ്ട്രാ ഒരു പൈപ്പ് വെറുതെ ഒരു പൈപ്പ് ഒരു 1/2 ഇഞ്ച് പൈപ്പോ അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ച് പൈപ്പോ പുറത്തേക്ക് ഇട്ട് വയ്ക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് മുകളിൽ ടൈലിൽ നിന്ന് വരുന്ന വെള്ളം ആ കോൺക്രീറ്റ് വഴി ഊറി പുറത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ വെള്ളം ഈ കോൺക്രീറ്റിന്, അതായത് ടൈലിൻ്റെ ഗ്യാപ്പിലൂടെ ഇറങ്ങുകയാണെങ്കിൽ അത് നേരെ വന്ന് കോൺക്രീറ്റിൽ വരും. കോൺക്രീറ്റിൽ വന്നതിന് ശേഷം അതവിടെ തളം കെട്ടി കിടക്കും. അത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റൂമിനെ അപേക്ഷിച്ച് താഴ്ത്തി ഇടുന്നതുകൊണ്ട് ഒരു 6 ഇഞ്ച് അല്ലെങ്കിൽ 8 ഇഞ്ച് താഴ്ത്തി ഇടുന്നതുകൊണ്ട് ആ വെള്ളം അവിടെ കിടക്കും. വെള്ളം എങ്ങും പുറത്തേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ വന്നു കഴിയുമ്പോൾ പതുക്കെ താഴെ നമുക്ക് നനവ് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന വെള്ളം പോകാനായിട്ട് ഒരു ഓവർഫ്ലോ പൈപ്പ് ഇടണം. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അതിന് ശേഷം പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ പ്രൂഫിംഗ് ആണ്. വാട്ടർ പ്രൂഫിംഗ് നമുക്ക് പല രീതിയിൽ ചെയ്യാൻ സാധിക്കും. പല എക്സ്പേർട്ടുകൾ ചെയ്യുന്നുണ്ട്, പല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ ഉപയോഗിച്ച് കെമിക്കൽ ഉപയോഗിച്ച് ചെയ്യുന്ന എക്സ്പേർട്ടുകളുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഏകദേശം 2 അടി ഹൈറ്റിലാണ്. 2 അടി ഹൈറ്റിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ വാട്ടർ പ്രൂഫിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. വാട്ടർ പ്രൂഫിംഗ് ചെയ്തതിന് ശേഷം കുറച്ച് ദിവസം ഉണങ്ങാൻ വിട്ടു കൊടുക്കണം. അത് വേറെ ഒന്നുമല്ല, ഈ വാട്ടർ പ്രൂഫിംഗ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം തന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മളെ എല്ലാ ക്ലീനിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ബാത്റൂമിൻ്റെ എല്ലാ ഫിറ്റിങ്സ് എല്ലാ ഏരിയകളിലും ഒരു കോട്ടിങ് പോലെയാണ് നൽകുന്നത്. ഒരു PVC അല്ലെങ്കിൽ നല്ലൊരു കോട്ടിങ് എഫക്റ്റാണ് നിൽക്കുന്നത്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ചെയ്ത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ ടൈലിടാനായിട്ട് വിട്ടു കൊടുക്കാവൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത്, ഈ കോട്ടിങ് പൊളിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. പൊളിഞ്ഞു പോകുന്ന കഴിഞ്ഞാൽ അവിടുത്തെ പതുക്കെ ലീക്ക് കാര്യങ്ങൾ തുടങ്ങാനുള്ള ചാൻസസും കൂടുതലാണ്. ഇപ്പോൾ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് 2 അടി ഹൈറ്റ്, താഴെ മൊത്തം ചെയ്തതിന് ശേഷം 2 അടി ഹൈറ്റ് ഇട്ടിട്ടാണ് വാട്ടർ പ്രൂഫിംഗ് കാര്യങ്ങളെല്ലാം ചുമരിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. അതായത് വാട്ടർ പ്രൂഫിംഗ് ചെയ്യുന്നതിൻ്റെ മാത്രമല്ല, വാട്ടർ പ്രൂഫിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ലീക്ക് നിൽക്കുന്നു നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. അതിന് മുന്നായിട്ട് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിൽ ഒരു ഓവർഫ്ലോ പോകാനുള്ള ഒരു പൈപ്പ് പുറത്തേക്ക് ഇട്ട് വെച്ചേക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പുറത്തേക്ക് വെള്ളം പോകാനുള്ള ചാൻസസ് നമ്മൾ കൊടുക്കണം. ബാക്കി വരുന്ന നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ വാട്ടർ പ്രൂഫിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഒരു 2 അടി ഹൈറ്റോ 3 അടി ഹൈറ്റോ നമുക്ക് മൊത്തം ചെയ്യാൻ പൈസ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതിൽ 2 അടി ഹൈറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ടൈലിൻ്റെ ഫിൽറ്റർ ഉപയോഗിക്കാതെ അപ്പോക്സി സിസ്റ്റം ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കും. കാരണം വെച്ചാൽ ടൈലിൻ്റെ ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ ഒരു PVC മെറ്റീരിയലാണ് ഇപ്പോഴത്തെ കാലത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് സ്ട്രോങ് ആയിരിക്കും. PVC മെറ്റീരിയലുകൊണ്ട് ഒരിക്കലും വെള്ളം ഇറങ്ങില്ല എന്നാണ് കമ്പനി പറയുന്നത്. എന്നിരുന്നാൽ തന്നെ വേറെ നമ്മൾ അല്ലാതെ പണ്ടത്തെ രീതിയിൽ ടൈൽ ഫിൽറ്റർ കാര്യങ്ങൾ ഉപയോഗിച്ച് കുറച്ച് നാൾ കഴിയുന്ന സമയത്ത് ആ ടൈൽ ഫിൽറ്റർ പൊളിഞ്ഞു പോകും. പിന്നെ 2 ടൈലിൻ്റെ ഗ്യാപ്പിലൂടെ വെള്ളം ഇറങ്ങാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. അതായത് എന്തുകൊണ്ടാണ് വെള്ളം ലീക്ക് വരുന്നത്, ബാത്റൂമിൽ ലീക്ക് വരുന്നത് എന്നൊക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late. You sip wine, I drink straight.